പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, മൊത്ത പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. വിവാഹം കഴിക്കാനുള്ളവര്, വിവാഹം പിരിഞ്ഞിരിക്കുന്നവര്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവരുള്ള മക്കൾക്ക് ഗർഭസ്ഥ ശിശുക്കൾക്ക് രോഗങ്ങളുള്ളവർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവർ,
എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈശോ ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെയും ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെയും ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത, ദൈവമകനെ ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്തേറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇത് നമ്മൾ സുവിശേഷത്തിലും കാണുന്നത് ഒരു 6-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:6. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത്. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട്. നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. പോരാട്ടക്കാരെല്ലാവരും അവരവരുടെ രീതികളിലാണ്, അവരുടെ മനസ്സിലുള്ള നീതിയാണ്. അവരുടെ മനസ്സിൽ ഞങ്ങൾ അവർ നീതിയാണ് ചെയ്യണം എന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ള കൊന്നുകൂട്ടുന്നത്. അപ്പം ആ അഭ്യാസങ്ങൾക്കൊന്നും റിവാർഡിങ് ഇല്ല. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി. അതാണ്, അതായത് സുവിശേഷവിഹിതമായ വചനാധിഷ്ഠിതമായ ജീവിത സരണി അത് ഇപ്സഫാത്തോ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കേവല നീതി നിറവേറ്റുകയല്ല, കേവല മാനുഷിക നീതിയുടെ വിഷയമല്ലത്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ക്രമീകരിക്കുന്നതിൽ, അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ, അപ്പൊ നമ്മുടെ എവിടെയായാലും നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാണ്. പള്ളി ഞായറാഴ്ച പള്ളി കുർബാനക്ക് മാത്രം ക്രിസ്ത്യാനിയല്ല, കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും, അപ്പൊ ക്രിസ്ത്യാനി ആകത്തില്ല. കണക്കെഴുതുന്ന സമയത്ത് വേറെ ആളാവും, അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനി എന്നതിൻ്റെ അർത്ഥം, അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ദൈവകൃപ കൂടി വേണം അതിന്. നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് നിർബന്ധം, ക്രിസ്തുവിൽ അധിഷ്ഠിത ജീവിതമാണെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈമേഴ്സാണ് നമ്മൾ ക്രിസ്തുവിൽ. ഇപ്പൊ ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താവിന് കൊടുക്കത്തില്ലേ. ഒരു കൊല്ലം മാത്രമല്ല, അവരൊക്കെ അത് കഴിഞ്ഞിട്ടും അതേ അരൂപ്യത്തിന് ജീവിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തിലും ഫുൾ ടൈമറാണ്, എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ്. അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അങ്ങനെ പാടാണ് ശരിക്കും, നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. പക്ഷെ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അഡ്ഡമെൻ്റായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല. കാര്യം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അത് തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കൂലി വാങ്ങിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട്. ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രലോഭനങ്ങളായിട്ട് മാറും. പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ നീ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ ഈസി ആയിട്ടൊരു ആത്മീയ ജീവിതം സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക, വല്ലതൊക്കെ ദൈവത്തെ അനുഗ്രഹം അടിച്ചു മാറ്റുക, അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുക, ദാറ്റ് ഈസ് നോൺസെൻസ്. അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല. നിങ്ങൾ വിട്ടിയുടെ സ്വർഗത്തിലായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വി ആർ നോട്ട് ഇരിക്കുക, നമ്മൾ അങ്ങനെ അല്ല ശരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി, എന്നെ പ്രതി, എൻ്റെ പേരിലൊരു അവഹേളനമാ, ധനനഷ്ടമാ, മാനനഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആകുമെന്നാണ് ഈശോ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളെ ആശ്വാസം ലഭിക്കും. നീതിക്ക് വേണ്ടി ഉച്ചയ്ക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ചിലപ്പോൾ നിത്യതയിലായിരിക്കും കേട്ടോ, അവളുടെ കാര്യം നേരത്തെ പറഞ്ഞേക്കാം.
നിങ്ങളിപ്പോൾ കുറിച്ച് വെച്ചോണ്ടിരിക്കരുത് നാളെ കിട്ടുമെന്ന് പറഞ്ഞു. ആ വാക്കിന്റെ പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കുമെന്നായിരിക്കും. ഓക്കെ, ഇതാണ് ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആമേൻ. ദൈവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ എനിക്ക് ഈ സാക്ഷ്യം പറയുവാനായിട്ട് അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് മീനു മരിയ ജോയ്. ഞാൻ പാലാ രൂപതയിലെ സെൻറ്റ് മാത്യൂസ് ചർച്ച് പെരുന്തുരുത്ത് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇവാഞ്ചലിൻ മറിയം ബോബി, ഇതെൻ്റെ മമ്മി. ഞങ്ങൾക്ക് ഇവളെ ലഭിച്ചതിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2020 ഡിസംബർ 31 അതിനുശേഷം ഞാൻ ക്യാരിങ് ആയി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ചെയ്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഗ്രോത്ത് കാണുന്നില്ല, ഹാർട്ട് ബീറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് മിസ്കാരേജ് ആയിപ്പോയി. അതിനുശേഷം DNC ചെയ്തു. വീണ്ടും ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും ക്യാരിങ് ആയി. ചെറിയൊരു സ്പോട്ടിങ് കണ്ടതിനെ തുടർന്ന് വേഗം ഹോസ്പിറ്റലിൽ പോയി. ഞാനും ഹസ്ബൻഡും എൻ്റെ അനിയത്തിയുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാൻ ചെയ്തു. സ്പോട്ടിങ് കണ്ടതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഗ്രോത്ത് വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ യൂട്രസിലല്ല കാണുന്നത്, അത് ട്യൂബൽ പ്രഗ്നൻസിയാണ്, എക്ടോപിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ട്യൂബ് റപ്ചർ ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ പെട്ടെന്ന് അഡ്മിറ്റാക്കി എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ തന്നെ ഒരുപാട് വിഷമിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് കീഹോൾ സർജറി ചെയ്തു. എൻ്റെ ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയും പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും ഒന്ന് ട്യൂബൽ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഇനിയും അടുത്തത് ട്യൂബിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്തില്ല. അതിനുശേഷമാണ് എൻ്റെ മമ്മി കൃപാസനത്തെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞു. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മമ്മി ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. മമ്മിയുടെ ഉടമ്പടിയിൽ ഞാനും പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നു. അതിനുശേഷം വീണ്ടും മമ്മി എന്നോട് പറഞ്ഞു ഞാനും വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ മാസമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ജൂലൈയിൽ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരു സ്പോട്ടിങ് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു പ്രീഷ്യസ് ബേബിയാണ്, അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട, നമുക്ക് അഡ്മിറ്റാക്കി കുറച്ച് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല. 3 മാസത്തേക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. ആ സമയത്ത് മമ്മി പൊതിച്ചോറ് കെട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഞാനും സഹായിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ 6-ാം മാസമായപ്പോഴേക്കും ഒന്ന് ചെയറിൽ നിന്ന് വീണു. വളരെയധികം ഞങ്ങൾ പേടിച്ചു ആ സമയത്ത്. ഒന്നാമത് പ്രഗ്നൻ്റ് ആണ്, ആകെപ്പാടെ ഇനി ഒരു ട്യൂബേ ഉള്ളൂ, ദൈവമേ എന്താകുമെന്നോർത്തു. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ഞാൻ 2 തവണ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റിട്ട് മമ്മിയോട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനെ സ്വപ്നം കണ്ടു എന്ന്. അപ്പോൾ മമ്മി പറഞ്ഞു ദൈവം ഉറപ്പായിട്ടും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഹോപ്പായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. എന്നും ദിവസേന തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വീണതിന് ശേഷം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു പ്രോബ്ലംസ് ഒന്നും ഇല്ല. തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം ഫ്ലൂയിഡ് എനിക്ക് 8-ാം മാസം സ്കാനിങ്ങിൽ കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് തന്നെ ഒന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് കുറച്ച് ഫ്ലൂയിഡ് കയറ്റാം, എന്നിട്ടും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CS ചെയ്ത് കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ വളരെയധികം പേടിച്ചു. എന്നാലും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരുന്നു.
തൈലം ദിവസേന ഉപയോഗിക്കുമായിരുന്നു. വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് ഫെബ്രുവരി മാസം 20-ാം തീയതി 2025 ഞങ്ങൾക്ക് ദൈവം ഇവളെ നൽകി അനുഗ്രഹിച്ചു. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേര് ചേർത്തിടണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് ഇവാഞ്ചലിൻ മറിയം ബോബി എന്ന് പേരിട്ടു. അങ്ങനെ സർജറി കഴിഞ്ഞു. ഞാൻ വീണ്ടും ഇരിക്കക്കുത്താലെ വീണ്ടും CS ആയിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും ആകപ്പാടെ ടെൻഷനായി. എനിക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ പോലും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കക്കുത്താലെ വീണ സമയത്ത് എന്നെ എടുത്തോണ്ടെന്ന പോലെ ഹസ്ബൻഡും മമ്മിയും പപ്പയും കൂടി കട്ടിലിക്കൊണ്ടിൽ കിടത്തി. കാറിലൊന്നും കയറി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതിരുന്നത് കൊണ്ട് തന്നെ ആംബുലൻസ് വിളിക്കേണ്ടി വന്നു. അങ്ങനെ ആംബുലൻസിൽ കയറി കാഷ്വാലിറ്റി ചെന്നു. സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചർ ഉണ്ട് ചെറുതായിട്ട്. അങ്ങനത്തെ സൺഡേ ആയിരുന്നു. അപ്പോൾ ന്യൂറോ സർജൻ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കാഷ്വാലിറ്റി ഡോക്ടറാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അഡ്മിറ്റാക്കി. തിങ്കളാഴ്ച ന്യൂറോ സർജൻ വന്നു. സാറ് പറഞ്ഞു ഒന്നില്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ 1.5 മാസത്തെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു CS കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകെ അടുത്തൊരു സർജറി കൂടെ എനിക്ക് താങ്ങാനായിട്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ബെഡ് റെസ്റ്റ് ഓപ്റ്റ് ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോൾ ഹസ്ബൻഡും മമ്മിയും എൻ്റെ പപ്പയും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഡയപ്പേഴ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയെല്ലാം. എനിക്കാണെങ്കിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആകപ്പാടെ വളരെ വിഷമിച്ചൊരവസ്ഥയായിരുന്നു അത്. ആ സമയം മമ്മി ദിവസേന എൻ്റെ നടുവിൽ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കിടപ്പായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എത്രയധികം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രയധികം ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1.5 മാസത്തെ റെസ്റ്റ് പറഞ്ഞ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എണീറ്റിരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ എണീറ്റിരുന്നു. പിന്നെ പയ്യെ നടക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഓക്കെ, ഇപ്പം എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഡോക്ടർ പറഞ്ഞു ഇനി സ്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എക്സ്റേയിൽ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല, റിക്കവർ ആകാനുള്ളതെല്ലാം റിക്കവർ ആയിട്ടുണ്ട്. ഇനി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം സമയത്ത് എനിക്ക് കുഞ്ഞിനെ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ച് ദൈവം ഒരു കുഞ്ഞിനെ തന്നിട്ട് അവസാനം അവളെ എനിക്കൊന്ന് എടുക്കാനോ ഒന്ന് ഫീഡ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഒരുപാട് വിഷമിച്ചു. ഇപ്പം ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ ഇവളുടെ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ നോക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് മമ്മി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയും അല്ലെങ്കിൽ വീടുകളിൽ ആരെങ്കിലും എന്തെങ്കിലും സഹായത്തിനായിട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കും അതിലൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ സഹായം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസന പത്രം പറ്റുന്നത് പോലെ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബെഡ് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ല. എന്നിരുന്നാലും അടുത്തുള്ള വീടുകളിലും അങ്ങനെയുള്ള അവിടെ അടുത്തൊക്കെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലൊക്കെ പോയി അങ്ങനെ കുറച്ച് തവണ പത്രം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവപിതാവിനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷി അവസാനിപ്പിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ കൈകൾ കുറുകിപ്പോയിട്ടില്ല എന്ന് ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. മീനുവിൻ്റെ ഈ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ മീനുവിനെ ഏറ്റുപറയാനുള്ളത് അത് തന്നെയാണ്. എനിക്ക് രക്ഷയായി എൻ്റെ ദൈവമുണ്ട്. നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നമുക്ക് രക്ഷയ്ക്കായി ഒരൊറ്റ നാമം മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ നാമം യേശു എന്ന സുന്ദരനാമമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു. മീനുവിനും കുടുംബത്തിനും ആദ്യത്തെ ബേബി അവർക്ക് നഷ്ടപ്പെട്ടു. അതോടുകൂടി അവർക്കുള്ള ആശങ്കയും സങ്കടങ്ങളും വർദ്ധിച്ചു എന്ന് ഇവരിവിടെ പറയുകയുണ്ടായി, നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. ജീവൻ്റെ വില എന്തുമാത്രമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെ ഈശോ കുരിശിലേറിക്കൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ വലിയ പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്
ഈശോ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് ജോസഫ് അച്ഛൻ നാം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുകയും ചെയ്യാം. ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർക്ക് ഒന്നും തന്നെ ഭയപ്പെടാനില്ല. കാരണം പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി. ഉടമ്പടി എന്ന് വെച്ചാൽ വിശ്വസ്തത എന്നർത്ഥം. വിശ്വസ്തതയോടുകൂടി നാം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നാം എന്തു ചോദിച്ചാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ അതൊന്നും തന്നെ നിരാകരിക്കുകയില്ല. ഈശോ ഒന്നും തന്നെ അത് നോ പറയുകയില്ല എന്നുള്ള വലിയ ഉറപ്പാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മീനുവിനും കുടുംബത്തിനും ലഭിച്ച വലിയൊരു ഉറപ്പാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിലും അതെന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടായാലും, ഞാൻ കട്ടിലിൽ നിന്ന് നിലത്ത് വീണാൽ എന്തൊക്കെയായാലും പരിശുദ്ധ അമ്മ ആ കുഞ്ഞിനെ വളർത്തും, ആ കുഞ്ഞിനുള്ള എല്ലാ സംരക്ഷണവും നൽകുമെന്നുള്ള വലിയ ഉറപ്പാണ് ഉടമ്പടി ജീവിതത്തിലൂടെ മീനുവിനും കുടുംബത്തിനും ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപകട സൂചന എന്തൊക്കെ വന്നാലും എനിക്കുള്ള ആ ധൈര്യം പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദൂതനെ അയച്ച് നമ്മെപ്പോഴും സഹായിക്കും, സംരക്ഷിക്കുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. മീനുവിനെ 2 തവണ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുവാനും ആ സന്ദേശത്തിലൂടെ ധൈര്യം പകരുവാനും പരിശുദ്ധ അമ്മയുടെ ആ മെസ്സേജ് കൃത്യമായി മനസ്സിലാക്കുവാനും സാധിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ മീനു ഏറ്റുപറയുന്നത്. 3 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞ മീനുവിന് 1.5 ആഴ്ച കൊണ്ട് എല്ലാം റിക്കവറായി പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിൻ്റെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള മരിയ എന്ന പേര് നൽകി ഈ അൾത്താരയിൽ കയറി നിൽക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കുഞ്ഞുങ്ങളില്ലാത്ത അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ ചേർത്ത് വെച്ചുകൊണ്ടിരുന്ന ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മീനുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കട്ടെ. എൻ്റെ പേര് ദീപ എലിസബത്ത് ജോൺ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ മാതാവ് ചെയ്തെന്ന വലിയ അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ കൂടെയുള്ളത് എൻ്റെ അനിയത്തിയാണ് ദീപ്തിയുടെ ഹസ്ബൻഡ് ജോസ്. ഞാൻ 2020 മെയ് മാസത്തിലാണ് ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യത്തെ നിയോഗത്തിൽ ഒരെണ്ണമായിരുന്നു എൻ്റെ അനിയത്തിയുടെ കല്യാണക്കാര്യം. എൻ്റെ കല്യാണം 2016 കഴിഞ്ഞതാണ്. ആ സമയം തൊട്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2020 ഓൺലൈൻ ഉടമ്പടി, അതായത് ആ സമയത്ത് എനിക്ക് കോവിഡ് മൂലം വരാൻ സാധിച്ചിരുന്നില്ല. 2022 ഡിസംബറിലാണ് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ പാലിച്ചു പോന്നിരുന്നു. 2022 ഞങ്ങൾക്കൊരു ആലോചന വന്നിരുന്നു, പക്ഷേ അത് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ അത് മുന്നോട്ട് പോയില്ല. അതിനെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായി. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആ ദിവസം ഞാൻ ഉറക്കമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പച്ചനും അനിയത്തിയും മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മ ഇല്ല. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ ശക്തമായി തേടി പ്രാർത്ഥിച്ചു. കാരണം കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അമ്മ ഇടപെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്കറിയില്ല അത് ദൈവത്തിൻ്റെ നിശ്ചയമാണോ, ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്തൊരു തീരുമാനം എടുക്കണം ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനൊരു വെളിപ്പെടുത്തലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളുപ്പിന് ഒരു 5 മണി സമയത്ത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ താഴെ ഇരിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ സൈഡിലായിട്ട് ആദ്യം ഞാൻ അമ്മയുടെ ഒരു ഛായാചിത്രം പോലെ കണ്ടു. അപ്പോൾ ആദ്യം ഞാൻ ഓർത്തു എനിക്ക് തോന്നിയതാണെന്ന്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായില്ല, എൻ്റെ തോന്നലല്ല, അത് അമ്മ തന്നെ വന്നതാണ്, ഞങ്ങളെ ധൈര്യപ്പെടുത്താൻ വന്നതാണെന്ന്. അങ്ങനെ അത് ഞങ്ങൾ മുന്നോട്ട് പോകണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. അതിൻ്റെ അടുത്ത ദിവസങ്ങൾ, അതൊരു ഞായറാഴ്ചയായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ സമയത്ത് ഈ ഒരു വിഷയം പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ധ്യാനത്തിന് കയറുന്ന ആ ഒരു സമയത്ത് എൻ്റെ ചെവിയിൽ ആരോ പറയുകയാണ്, ഇന്ന് നീ ഒരു കാര്യം കേൾക്കും എന്ന് ഇങ്ങനെ തോന്നി. ഇങ്ങനെ ആരോ പറയുന്നത് പോലെ എനിക്ക് കേൾക്കാം. അന്ന് ധ്യാന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങളിൽ കുറച്ച് പേർക്ക് പേഴ്സണൽ റിലേഷൻസ് കിട്ടിയിട്ടുണ്ടാകും, നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ധ്യാനം കഴിഞ്ഞ ഉടനെ എൻ്റെ ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കുടുംബമായിട്ട് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ റിലേറ്റീവ്സൊക്കെ ചേർന്ന് 1 മാസം ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് പോന്നു. ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം കൂടി ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പാലിച്ചു പോന്നു.
അങ്ങനെ പോരുന്ന സമയത്തും ഞങ്ങൾക്ക് മുന്നോട്ടൊരു ഒരു കച്ചിത്തുരുമ്പൊന്നും എവിടെയും ഇല്ലായിരുന്നു, ഒരു കാര്യങ്ങളും ശരിയായി വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കും, അമ്മേ ഇവൾക്ക് വേണ്ടിയുള്ള ആളെ അമ്മ എവിടെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരണേന്ന്. അപ്പോൾ വചനത്തിലൂടെ അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കലും അമ്മ ഒരു വചനം അമ്മ എനിക്ക് കാണിച്ചു തന്നു, സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അങ്ങനെ ഒരു വചനം കാണിച്ചു തന്നു. അങ്ങനെ 2023 ആയപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാ ദിവസവും പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി, വെളുപ്പിന്. അങ്ങനെ തുടങ്ങി. 2024 ഞാൻ വന്ന ഉടമ്പടി പുതുക്കി. ആ ഉടമ്പടി പുതുക്കിയതൊരു ഡിസംബർ മാസമാണ്. ആ ഉടമ്പടി പുതുക്കി 90 തികയുന്നതിന് മുൻപേ ആണ് ജോസിൻ്റെ പ്രപ്പോസൽ നമുക്ക് വരുന്നത്. അതിലൊരു വലിയൊരു ഇടപെടൽ, ഇത് സ്വർഗത്തിൻ്റെ ഇഷ്ടമാണെന്ന് നമുക്ക് അമ്മ വെളിപ്പെടുത്തി തന്നായിരുന്നു. ഇവർ വരുന്നതിന് തലേ ദിവസം ഞാൻ പള്ളിയിൽ, ഇടവക പള്ളിയിൽ ഞാൻ കുർബാനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ, ഞങ്ങളുടെ പള്ളിയിലെ സക്രാരി നടുക്കല്ല, സൈഡിലാണ്. അപ്പോൾ ആ സക്രാരിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഞാൻ കാണുകയാണ്, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, ഒരു വധുവും വരനും കൂടി, അതായത് ക്രിസ്ത്യൻ ബ്രൈഡും ഗ്രൂമും ഒരു വെള്ള സാരിയും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നടന്ന് കയറുന്ന, മുഖമൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ ഇങ്ങനെ നടന്ന് കയറുന്ന ഒരു ഇതാണ് ഞാൻ കണ്ടത്. പക്ഷെ അന്ന് പക്ഷേ ഇവർ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഈ പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമായപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾക്കൊരു അടയാളം തരണം, അമ്മ ഇത് സ്ഥിരീകരിച്ച് തരണം, ഇത് അമ്മ കൊണ്ടുതന്ന ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്ന്. അപ്പോൾ അമ്മ ഞങ്ങൾക്കൊരു വചനഭാഗം തന്നു. അതായത് സാമുവേലിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ സാവൂൾ വരുമ്പോൾ സാമുവേലിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ തലേ ദിവസം വന്ന ആളാണ്, ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വചനഭാഗം ഞങ്ങൾക്ക് തന്ന്, ഇതാണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം, ഇതാണ് ദൈവം അനാദികാലം മുതലേ അവൾക്കായിട്ട് നിശ്ചയിച്ചിരുന്ന തുണ എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ ഒക്ടോബർ 20-ാം തീയതി മനസ്സമ്മതവും നവംബർ 1-ാം തീയതി കല്യാണവും കഴിഞ്ഞു. എല്ലാവരും ഞങ്ങൾ പ്രായം കടന്നു പോകും തോറും, 50 കൊല്ലമായിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ്, പ്രായം കടന്നു തോറും ഓരോരുത്തരും ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ അങ്ങനെ കാത്തലിക്കായിട്ട് നോക്കണ്ട, നിങ്ങൾ പുറത്ത് നോക്ക്, എന്തിനാ ഇത്രയും കണ്ടീഷൻസൊക്കെ വെക്കുന്നത്. പക്ഷേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവളൊരു കത്തോലിക്ക കുടുംബത്തിൽ പോകണം എന്ന്. അതുപോലെ ദൈവം നല്ലൊരു കുടുംബത്തിലേക്കാണ് എൻ്റെ അനിയത്തി അയച്ചത്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇതാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യമാണ്. അവൻ 2022 മെയ്യിലാണ് ഉണ്ടായത്. ഉണ്ടായ ഉടനെ അവന് കുറച്ച് ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവൻ NICUലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് 3-ാം മാസം തൊട്ട് അവന് അടിക്കടി പനിയും ചുമയും വരും. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും അവന് ഒരു വീസിങ് പോലെ അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഡ്രോപ്സ് കൊടുത്ത് ബ്രീത്തിങ് ഈസി ആക്കി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആദ്യമൊക്കെ 2 മാസം കൂടുമ്പോഴായിരുന്നു. പിന്നെ 3 വയസ്സായപ്പോൾ എല്ലാ സെക്കൻഡ് വീക്കും വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഡ്രോപ്സ് കൊടുക്കുന്നതും ഇതൊക്കെ കാരണം മുന്നോട്ട് പോകും തോറും ഇത് പിന്നെ ഇൻഹേലറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഞാൻ ഉടമ്പടിയിൽ നിയമങ്ങളിൽ എഴുതിയിട്ടില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ജർമ്മനിയിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ടായിരുന്നു, അർച്ച വസ്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ 6 മാസത്തിന് മേലെയായി. അവൻ അത് കഴിഞ്ഞും പനിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് ആ സ്പെഷ്യൽ മരുന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതിനും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. 3-ാമത്തെ കാര്യം ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങൾ 30 കൊല്ലത്തിലേറെ ആയിട്ട് താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയായിരുന്നു. അത് കൊല്ലങ്ങളായിട്ട് അവിടെ കടയാണ്. ആദ്യം ഒരു പലചരക്ക് കടയായിരുന്നു. പിന്നെ കഴിഞ്ഞ 3 കൊല്ലങ്ങളായിട്ട് അവിടെ ഒരു സ്കൂട്ടർ റിപ്പയറിൻ്റെ ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിലെ റോഡ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഈ സ്കൂട്ടറൊക്കെ വെച്ച് അവിടെ എപ്പോഴും ബ്ലോക്കാണ്. തന്നെയല്ല രാത്രി 12 മണി 1 മണി വരെയൊക്കെയാണ് റിപ്പയർ. അപ്പോൾ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അപ്പച്ചന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പച്ചൻ്റെ വെളുപ്പിന് എഴുന്നേൽക്കുന്ന ആളാണ്, നേരത്തെ കിടക്കുന്ന അങ്ങനെ ഒരു ശീലമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വിഷയം ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ 2024 ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ആ ദിവസങ്ങളിൽ ഡെയിലി ബ്രെഡിൽ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഇന്ന് പുണ്യാളുടെ പെരുന്നാളാണ്, അപ്പോൾ നിങ്ങൾക്ക് സ്ഥല സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക, ഈശോ ദൈവം ഇടപെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് എനിക്കൊന്ന് 5:30 ആയപ്പം ഈ സ്ഥലത്തിൻ്റെ ഉടമ എൻ്റെ അപ്പച്ചനെ വിളിച്ചു, ഇങ്ങനെ ഈ സ്ഥലം കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങാനായിട്ട് സാധിച്ചു.
അപ്പോൾ ഇതിനു മുൻപ് ഈ ഒരു വിഷയം ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നതായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തു പ്രത്യേകമായിട്ട് ആയ ഉപ്പ് അവിടെ ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അമ്മ ഒരു സൊല്യൂഷൻ തന്നു. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഇപ്പോൾ ഞങ്ങളുടെ ആ ഏരിയയിൽ വളരെ സമാധാനപരമായിട്ട് പോകുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ യൂറോപ്പിലാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാറ്റഗിസം ശുശ്രൂഷകളിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ രോഗികളെ സഹായിക്കാറുണ്ട്, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആത്മീയമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തിരിച്ച് എൻ്റെ ആദ്യ കുർബാന ആ സമയത്തെ ആ ഒരു ചൈതന്യത്തിലേക്ക് വരാനായിട്ട് സാധിച്ചത് ഉടമ്പടി മൂലമാണ്. ആടിക്കടിയുള്ള കുമ്പസാരം, കൂദാശകളിലെ പങ്കെടുപ്പ്. ഞാൻ ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ദിവസേന ദിവ്യബലിക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അവിടുത്തെ അച്ഛന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ദിവ്യബലിക്ക് പോകാനും. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ് അങ്ങനെയൊക്കെ എനിക്ക് ദിവ്യബലി മുടങ്ങാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ജെറമിയ 23:20 സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. ദീപ എലിസബത്ത് ജോൺ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ വ്യത്യസ്ത നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും അമ്മ മാതാവ് സന്ദേശങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും ജീവിത വിഷയങ്ങൾ പരിഹരിച്ചതിനെയാണ് പ്രത്യേകമായിട്ട് ഈ സാക്ഷ്യത്തിൽ നന്ദിപൂർവ്വം പങ്കുവയ്ക്കുന്നത്. അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ വല്ലാതെ നീറിപ്പുകന് കുടുംബം സങ്കടത്തോടെ പോകുന്ന വിഷയങ്ങളിൽ അമ്മ മാതാവ് ശാന്തതയോടുകൂടി ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകുകയും തിരുക്കുമാരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ വ്യക്തികളെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എടുക്കുവാനുള്ള സഹായങ്ങൾ നൽകുന്നതിനെ ഈ മകൾ ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തെയും ശുഭകരമാക്കുന്ന, ആരെയും വേദനിപ്പിക്കാതെയും ആർക്കും ദോഷം ചെയ്യാതെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്ന ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നാം ഉറപ്പിക്കുകയും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിനുള്ള കാരണമായി മാറുന്നതാണ് ഈ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരിക്കലും തങ്ങൾക്കത് ലഭിക്കുമെന്ന് കരുതിയിട്ടല്ല ആ വസ്തുവിന്മേൽ ഉടമ്പടി ഉപ്പ് അവിടെ വിതറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അവിടെയുള്ള അസ്വസ്ഥതകൾ മാറണം, കുടുംബത്തിന് സമാധാനം കിട്ടണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗമുള്ളത്. എന്നാൽ അമ്മ മാതാവ് ഒരിക്കലും ഇനി ഒരു ശല്യം ഉണ്ടാവാത്ത വിധത്തിൽ ആ വിഷയം തീരുമാനമാക്കുന്നതാണ് ആ ഇത്തിരി വസ്തു കുടുംബത്തിന് തന്നെ ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ച് അത് പൂർണ്ണമായും പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വിഷയം എന്ത് തന്നെ ആവട്ടെ, എത്ര വർഷങ്ങളായി നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളാവട്ടെ, സ്വയം നമുക്ക് പരിഹരിക്കുവാനാവാതെ നമുക്ക് ചുറ്റും നിന്ന് നമ്മുടെ ജീവിതത്തെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങളാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി അറിഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ അമ്മ അത് വിശുദ്ധീകരിക്കുകയും തിരുക്കുമാരനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് സമാധാനം, മേൽഗതി, സ്വസ്ഥത അത് ലഭിക്കുന്ന വിധത്തിൽ ആ വിഷയങ്ങൾക്ക് മേൽ തീരുമാനമാക്കുകയും ചെയ്യുന്നു. അതാണ് ഉടമ്പടിയിലൂടെ അമ്മയുടെ വലിയ സഹായം. ഏറെ നീറുന്ന പ്രശ്നങ്ങൾക്ക് സമയ ചുരുക്കത്തിൽ അനുഗ്രഹമായി നേടുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ച ഈ കുടുംബത്തിൻ്റെ ഓരോ നിയോഗത്തെ പ്രതിയും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.